നല്ല കിടിലൻ മൺസൂൺ മഴയിൽ ആതിരപ്പള്ളിയും ചാർപ്പാ വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് മഞ്ഞു മൂടിയ മലക്കപ്പാറയും പിന്നെ അപ്രതീക്ഷിതമായിട്ട് കണ്ട ആനക്കാഴ്ചകളും മറ്റ് വന്യമൃഗങ്ങളും പിന്നെ തിരിച്ച് രാത്രി പോരുമ്പോൾ റോഡ് പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയും മഞ്ഞും പിന്നെ കൂരിരുട്ടില് ആനയും മ്ലാവും കാട്ടുപോത്തും ഒക്കെ ആയിട്ടൊരു അടാറ് നൈറ്റ് റൈഡ്. അങ്ങനെ നമ്മളുടെ ഈ ഒരു കിടിലൻ മൺസൂൺ വൺ ഡേ ട്രിപ്പിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായിട്ടുള്ള ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ്. ഏകദേശം 81.5 അടി ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് പതിക്കുന്ന ഈ സുന്ദരമായിട്ടുള്ള വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബാഹുബലി, രാവൺ, പുലിമുരുകൻ തുടങ്ങി ഒരുപാട് നിരവധി പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ സിനിമകളുടെ ഒരു പ്രധാന ലൊക്കേഷൻ കൂടിയായിരുന്നു നമ്മുടെ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ. അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആതിരപ്പള്ളിക്കും വാഴച്ചാലിനും ഇടയിലായിട്ട് മറ്റൊരു മനോഹരമായ വെള്ളച്ചാട്ടം കൂടി ഉണ്ടേ, ചാർപ്പാ വെള്ളച്ചാട്ടം. നിങ്ങൾ ഈ വഴി വരുമ്പോൾ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. ഇത് അവിടെ വണ്ടിയൊക്കെ ഒതുക്കി കുറച്ച് നേരം അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടെന്ന് ആസ്വദിച്ചു കേട്ടോ. നമ്മുടെ ഈ ചാർപ്പാ വെള്ളച്ചാട്ടം വരുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് ഇവിടെ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വാഴച്ചാൽ വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിന് മുൻപായതുകൊണ്ട് തന്നെ വാൽപ്പാറയിലേക്ക് പോകാത്തവർക്കും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ചാലക്കുടി പുഴയുടെ ഒരു പോഷക നദിയിൽ നിന്നാണ് നമ്മുടെ ഈ ചാർപ്പാ വെള്ളച്ചാട്ടം രൂപപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 70 അടി ഉയരത്തിൽ നിന്നാണ് കേട്ടോ വെള്ളം താഴേക്ക് പതിക്കുക. പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ മാസങ്ങളിൽ വെള്ളച്ചാട്ടം അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തുമ്പോൾ ശക്തമായിട്ടുള്ള നീരൊഴുക്ക് കാരണം വെള്ളം നേരെ മുന്നിലുള്ള ആ പാലത്തിലേക്കും റോഡിലേക്കും ഒക്കെ തെറിച്ച് വീഴാറുണ്ട്. ശരിക്കും ആ സമയത്ത് ഇതിലേ പോകുമ്പം അതൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ചാർപ്പാ വെള്ളച്ചാട്ടം മാത്രം കാണാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു പൊതു റോഡിൻ്റെ വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ഇതിനോടൊപ്പമുള്ള ആതിരപ്പള്ളി, വാഴച്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങളൊക്കെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വനം വകുപ്പിൻ്റെ ഒരു സംയുക്ത എൻട്രി ടിക്കറ്റ്, ഒരു കമ്പൈൻഡ് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ 50 രൂപ, കുട്ടികൾക്ക് 15 രൂപ, പിന്നെ ഫോറിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ 200 രൂപ, പിന്നെ ക്യാമറ ചാർജ് ഒരു 60 രൂപ സംതിങ് ഒക്കെയാണ് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ആതിരപ്പള്ളിയിൽ നിന്ന് എടുക്കുന്ന അതേ ടിക്കറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് വാഴച്ചാലും പ്രവേശിക്കാം. അപ്പോൾ ഒരു സ്ഥലത്ത് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയാതെ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. പിന്നെ ടിക്കറ്റുകൾ ആതിരപ്പള്ളി ടൂറിസം പോർട്ടൽ വഴി ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. നമ്മുടെ ചാർപ്പാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണിത്. ധാരാളം കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, കയ്യിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ തുറന്നു പിടിച്ച് നടക്കാതിരിക്കുക കേട്ടോ. പിന്നെ ഇതൊരു പ്ലാസ്റ്റിക് നിരോധിത വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ കുപ്പികളും കവറുകളും ഒക്കെ കാട്ടിൽ വലിച്ചെറിയാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആതിരപ്പള്ളി പോലെ തന്നെ ചാർപ്പാ വെള്ളച്ചാട്ടവും ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ആയിട്ടുണ്ട്. രാവൺ, അതുപോലെ തന്നെ അലക്സ് പാണ്ഡ്യൻ തുടങ്ങിയ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങളിലെ പ്രധാന രംഗങ്ങളും ഗാനങ്ങളും ഒക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചാർപ്പാ വെള്ളച്ചാട്ടത്തിൽ നിന്നും വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ അവിടെ നിന്നുള്ള ദൂരം. പരമാവധി ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ പറ്റും. അപ്പം നമ്മൾ ഇവിടുത്തെ വാഴച്ചാൽ വെള്ളച്ചാട്ടം സന്ദർശിക്കുന്നില്ല, നേരിട്ട് മലക്കപ്പാറ, വാൽപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തി പേരുവിവരങ്ങളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മലക്കപ്പാറ, വാൽപ്പാറ ഭാഗത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്ററൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വനപാതയിൽ ആദ്യം കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കാണ് ഈ ഒരു ഇരുമ്പ് പാലം. ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ചാലക്കുടി പുഴയ്ക്ക് കുറുകെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതുവഴി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആതിരപ്പള്ളി കഴിഞ്ഞിട്ട് വെറ്റിലപ്പാറ എന്നൊരു സ്ഥലം പിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ സിഗ്നലൊക്കെ ഏറെക്കുറെ നഷ്ടമാവും. അതുകൊണ്ട് റൂട്ട് മനസ്സിലാക്കാനായിട്ട് ഓഫ്ലൈൻ മാപ്പുകൾ മുൻകൂട്ടി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഇരുവശത്തും ഇടതൂർന്ന പച്ചപ്പും വലിയ മരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ഒരു കാട്ടുപാതയിൽ കൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നത് കാണാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സാമ്പാടിയറാണ്. ഒരുപാട് നേരമൊന്നും കിട്ടിയില്ല, കുറച്ച് നേരം ആളെ കിട്ടിയുള്ളൂ. പെട്ടെന്ന് തന്നെ ആളതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. വഴിയിലൊക്കെ ആനപ്പിണ്ടങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ഏതൊരു വളവിലും ഒരു കൊമ്പൻ മുന്നിൽ വരാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദ്യത്തെ ആനക്കാഴ്ച നമുക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. കാടിനുള്ളിലെ ഈറ്റക്കാടുകൾക്കിടയിൽ നിന്നും റോഡിലേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു കുട്ടിക്കൊമ്പൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത്
ആതിരപ്പള്ളി മലക്കപ്പാറ വനപാതയിൽ നമ്മുടെ ആദ്യത്തെ ലൈവ് ആന സൈറ്റ്. ഞാനിവനെ കുട്ടിക്കൊമ്പൻ എന്ന് വിളിച്ചാലും ഇത് ആക്ച്വലി ഒരു കുട്ടിയാനയല്ല. നമുക്ക് ഈ വിഷ്വലി കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ആനയുടെ ശരീരത്തിൻ്റെ വലുപ്പവും കൊമ്പിൻ്റെ നീളമൊക്കെ ശ്രദ്ധിച്ചാൽ ഇതൊരു കുട്ടിയാനയല്ല, എന്നാൽ ഇത് പൂർണ്ണ വളർച്ച ചെയ്തിട്ടുള്ള ഒരു വലിയ കൊമ്പനും അല്ലേ. ഏകദേശം ഒരു 10 മുതൽ ഒരു 15 വയസ്സ് വരെ പ്രായം തോന്നിക്കുന്ന ഒരു സബ് അഡൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീനേജർ ആയിട്ടുള്ള ഒരു ആനക്കുട്ടനാണ്. അതുപോലെ ഇതിൻ്റെ കൊമ്പുകൾ ശ്രദ്ധിച്ചോ, ചെറുതും അതുപോലെ തന്നെ നല്ല കൂർത്തതുമാണല്ലേ. ഈ ആനകൾ പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ചിട്ടാണല്ലോ ഈ കൊമ്പുകൾക്ക് കൂടുതൽ നീളവും അതുപോലെ തന്നെ വണ്ണമൊക്കെ വയ്ക്കുക. ഈ സബ് അഡൽട്ട് പ്രായത്തിലുള്ള ഏകദേശം അതായത് ഒരു 10 to 15 വയസ്സ് വരെയുള്ള ഈ ആണാനകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നുള്ള നാട് കടത്തലാണല്ലേ. അതുവരെ അമ്മയുടെയും മറ്റ് പിടിയാനകളുടെയും ഒക്കെ സംരക്ഷണത്തിൽ വളർന്ന ഇവയ്ക്ക് ഒരു സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് എത്തി തുടങ്ങുമ്പോഴത്തേനും കൂട്ടത്തിലെ മുതിർന്ന പിടിയാനകൾ ഇവയെ കൂട്ടത്തിൽ നിന്ന് നിർബന്ധമായിട്ട് ഓടിച്ചുവിടും. ഒരു തരത്തിൽ ചിന്തിച്ചാൽ പെണ്ണാനകൾ സ്വന്തം കൂട്ടത്തിൽ തന്നെ തുടരുമ്പോൾ സബ് അഡൽട്ടായിട്ടുള്ള ആണാനകൾ പെട്ടെന്ന് കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നു. ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് അവയ്ക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒന്നോർത്താൽ പാവം തോന്നൂല്ലേ. എന്തായാലും നമ്മുടെ ആനക്കുട്ടനോട് നമ്മൾ ബൈയൊക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര ഇതാ വീണ്ടും തുടരുകയാണ് കേട്ടോ. അങ്ങനെ ആനക്കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ മലക്കപ്പാറയിലേക്ക് യാത്ര തുടരുമ്പോഴാണ് ഒരു വശത്ത് നല്ല വെയിൽ, അതുപോലെ തന്നെ ചെറിയ ചാറ്റൽ മഴയും കൂടെ പെയ്യുന്നൊരു മനോഹരമായ കാഴ്ച. അങ്ങനെ കാട്ടിലെ ആ കൊച്ചു മഴയ്ക്ക് ശേഷം നമ്മുടെ കാറിൻ്റെ വിൻഡോ ഗ്ലാസ്സൊക്കെ ഫുള്ളും താഴ്ത്തി നമ്മുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. കാടിൻ്റേതായിട്ടുള്ള ആ ഒരു ഫീൽ അറിഞ്ഞ് ആ ഒരു ഡ്രൈവിംഗ് അനുഭവം എന്ന് പറയുന്നത് വാക്കുകൾക്കപ്പുറമാണ്. യഥാർത്ഥ കാടിനെ അറിഞ്ഞ് പ്രകൃതിയോട് ചേർന്നുള്ള യാത്ര എന്നൊക്കെ പറയില്ലേ. കാര്യം സംഗതി ഇത്തിരി സാഹിത്യമാണെങ്കിലും ശരിക്കും ഭയങ്കര ഫീലാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്ന സമയത്ത് റോഡരികിൽ നിറയെ ആനപ്പിണ്ടങ്ങളും കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ആനക്കൂട്ടങ്ങൾ ഇതുവഴി കടന്നു പോയിട്ടുള്ളതിൻ്റെ തെളിവാണിത്. നല്ല ഫ്രഷ് ആനപ്പിണ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ കാടിൻ്റെ ആ ഒരു ഭംഗിക്കൊപ്പം തന്നെ ചെറിയ ഭയവും ആകാംക്ഷയൊക്കെ തരുന്ന മൊമെൻറ്റ്സാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആന നമ്മുടെ മുന്നിൽ വരാം. ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ആനയുടെ പ്രസൻസ് ഉണ്ടെന്ന് അറിയാമെങ്കിൽ പോലും ഈ ഒരു വരവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അധികം വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് കിട്ടിയ മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് നല്ല ഒരു ആനക്കൂട്ടം. അങ്ങനെതാ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്കൊരു ആനക്കൂട്ടത്തിനെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും നല്ലൊരു മൊമെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കൂട്ടത്തിൽ കുട്ടിയാനയുണ്ട്. അപ്പോൾ ഈ കുട്ടിയാനകളുള്ളപ്പോൾ അമ്മയാനകൾ വളരെ പെട്ടെന്ന് പ്രകോപിതരാകാനും വണ്ടീനെ ആക്രമിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും വണ്ടി കൂടുതൽ അടുത്തേക്ക് എടുക്കരുത് കേട്ടോ. നമുക്ക് ഈ ഒരു വിഷ്വൽ കിട്ടിയത് വണ്ടിയുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തേക്കാണ്. എന്നപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിശബ്ദത പാലിക്കുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ആനയെ കാണുമ്പോഴൊക്കെ അല്ല ആനക്കൂട്ടത്തെ കാണുമ്പോഴൊക്കെ ഭയങ്കരമായിട്ടും എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഒച്ചയും ബഹളവും ഒക്കെ ഇട്ടിട്ട് വെറുതെ അതുങ്ങളെ പ്രകോപിതരാക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ ഈ ഒരു ആതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ടെന്ന് പറയുന്നത് ശരിക്കും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. അപ്പോൾ ഈ വഴി വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അലേർട്ടായിരിക്കണം. കാരണം ഏത് സമയം എവിടെ നിന്നാണ് ആനയൊക്കെ കയറി വരിക എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ഈ റൂട്ട് വഴി യാത്ര ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അനാവശ്യമായിട്ട് ഹോൺ മുഴക്കാതിരിക്കുക എന്നുള്ളതാണ്. ആനകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുമ്പം അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഹോൺ മുഴക്കി അവരെ വെറുതെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ആനക്കൂട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ. എന്തായാലും നല്ല രീതിയിലുള്ള ആനയുടെ സൈറ്റിംഗ് ഒക്കെ കിട്ടി നമ്മുടെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും തീർച്ചയായിട്ടും വരിക. പ്രത്യേകിച്ച് ഒരു മൺസൂൺ ടൈമിൽ നല്ല വെള്ളച്ചാട്ടവും പിന്നെ കാടിൻ്റെ ഒരു പച്ചപ്പും ഒക്കെ കൂടെ നല്ലൊരു വൈബാണ് കേട്ടോ. അങ്ങനത്തെ മുന്നോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് കാട്ടി അല്ലെങ്കിൽ കാട്ടുപോത്തെന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഈ ഒരു ആശ മുന്നോട്ട് വന്നത്. പെട്ടെന്നുള്ളൊരു മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഒരുപാട് നേരമൊന്നും കിട്ടിയില്ല കേട്ടോ, വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ ആൾ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് നൽകിയിട്ടുള്ളൊരു ട്രാൻസിറ്റ് സ്ലിപ്പുണ്ട്. അതിൽ പ്രവേശന സമയമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ഏകദേശം ഒരു 45 കിലോമീറ്റർ അകലെയുള്ള മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ, അതായത് ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതായത് വനത്തിനുള്ളിൽ അനാവശ്യമായിട്ടൊക്കെ വണ്ടി നിർത്തി സമയം കളഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ഗേറ്റിൽ വനവകുപ്പ് നല്ല രീതിയിൽ ഫൈൻ ഈടാക്കും.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വൈകുന്നേരം 4:30-ക്ക് ശേഷം വനപാതയിലേക്ക്, അതായത് ഈ ഒരു റൂട്ടിലേക്ക് പുതിയ വാഹനങ്ങളെ പ്രവേശിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ രാത്രി 6 മണിക്ക് ശേഷം ഈ ഒരു റോഡ് പൂർണ്ണമായിട്ടും അടയ്ക്കും. അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന കുരങ്ങുകൾക്കോ മറ്റ് വന്യമൃഗങ്ങൾക്കോ ഒക്കെ നമ്മൾ ഈ ഭക്ഷണം നൽകുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. അത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മാക്സിമം ഈ റൂട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് മൃഗങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുക. വെറുതെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. അങ്ങനെ ഇതാ നമ്മൾ ആതിരപ്പള്ളി മലക്കപ്പാറ വനപാതയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു ലാൻഡ്മാർക്കിലൊന്നായ ഷോളയാർ പെൻസ്റ്റോക്ക് പൈപ്പുകൾക്ക് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. കാടിൻ്റെ പച്ചപ്പിന് നടുവിലൂടെ ഈ വലിയ 3 ഇരുമ്പ് പൈപ്പുകൾ താഴേക്ക് പോകുന്ന ഈ ഒരു ദൃശ്യം ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണ്. മുകളിലുള്ള അപ്പർ ഷോളയാർ ഡാമിൽ നിന്നും KSEBയുടെ മലക്കപ്പാറയിലുള്ള ലോവർ ഷോളയാർ പവർ ഹൗസിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് അതിശക്തമായി വെള്ളം എത്തിക്കുന്നത് ഈ കൂറ്റൻ പൈപ്പുകൾ വഴിയാണ്. കാര്യം ഇതൊരു വ്യൂ പോയിന്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം ഇത് ആന ഇറങ്ങുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ആ കൂറ്റൻ പൈപ്പുകളൊക്കെ പിന്നിട്ട് നമ്മളുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ കാടിൻ്റെ വന്യതയൊക്കെ പെട്ടെന്ന് മാറി മറിഞ്ഞ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കാണുന്നത് ഷോളയാർ ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ള റിസർവോയറിൻ്റെ ആ ഒരു ഭാഗമാണ്. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്ക് നടുവിൽ ശാന്തമായിട്ട് കിടക്കുന്ന റിസർവോയർ കാഴ്ച ശരിക്കും ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറിലധികം നീണ്ടിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള വനയാത്രയ്ക്ക് ശേഷം നമ്മൾ മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടുത്തെ ഒരു ആംബിയൻസ് മൊത്തത്തിൽ മാറി. മൊത്തം കോടയൊക്കെ ആയിട്ട് വേറൊരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കാട്ടിൽ കൂടിയുള്ള യാത്ര കഴിഞ്ഞ് നമ്മൾ മലക്കപ്പാറ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാടിൻ്റെ ഇത്ര നേരം ഉണ്ടായിരുന്ന ആ ഒരു നിശബ്ദതയൊക്കെ മാറി ഇപ്പം നല്ല തിരക്കാണ്. അങ്ങനെ മലനിരകളെ മുഴുവൻ പച്ചപ്പ് പുതുപ്പിച്ചുകൊണ്ട് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടം, അതുപോലെ തന്നെ നല്ല ചെറിയ ചാറ്റൽ മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല ഒരു ക്ലൈമറ്റാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ടാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയുടെയും അതിർത്തിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട കേരള വനംവകുപ്പിൻ്റെ മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഏതാനും മീറ്റർ മാത്രം മുന്നോട്ട് മാറിയാണ് നമ്മുടെ പാസ് ഒക്കെ പരിശോധിക്കുന്ന തമിഴ്നാട് പോലീസിൻ്റെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വരുന്നത്. അങ്ങനെ മലക്കപ്പാറയിലെ മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് തേയിലത്തോട്ടത്തിൽ തേയിലയൊക്കെ നുള്ളി ചാക്കിലാക്കി കൊണ്ടുവരുന്ന ചേച്ചിമാരെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഓരോ കപ്പ് ചായക്ക് പിന്നിലും ഇവരുടെയൊക്കെ ഒരു ദിവസത്തെ കഠിനാധ്വാനം ഉണ്ടല്ലേ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ടാണ്. നമ്മുടെ യാത്ര ഇവിടെ വരെയേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകും. അപ്പം നിങ്ങളിനി വാൽപ്പാറയ്ക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തമിഴ്നാട് ഇപ്പം പാസ് കർശനമാക്കിയിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട് സർക്കാരിൻ്റെ epass.tnega.org എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നമുക്ക് സ്ലോട്ടുകൾ സൗജന്യമായിട്ട് ബുക്ക് ചെയ്യാം. അപ്പം നമ്മളിനി മലക്കപ്പാറയിൽ നിന്ന് തിരിച്ച് വന്ന റൂട്ട് തന്നെ പോവുകയാണ്. ഇനിയിപ്പോൾ കാടിൻ്റെ ആംബിയൻസ് ഒക്കെ മാറും കേട്ടോ. നല്ല രീതിയിൽ ഇരുട്ടാകും, അതുപോലെ തന്നെ നല്ല മഴയ്ക്കുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇനി ഞാൻ എന്തായാലും വോയിസ് ഒന്നും കൊടുക്കുന്നില്ല. കുറച്ച് നേരം ആ കാടിൻ്റേതായിട്ടുള്ള ആ ഒരു റിയൽ വോയിസ് ഒക്കെ കേട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് യാത്ര ചെയ്താലും. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് വന്നപ്പോഴത്തേനും നല്ല രീതിയിൽ കോടയൊക്കെ ആയി, നല്ല അന്തരീക്ഷം നല്ല തണുപ്പായി കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോയപ്പോഴത്തേനും നല്ല മഴയായി. അങ്ങനെ നമ്മൾ ഈ തിരിച്ചു വരുന്ന റൂട്ടിൽ കിട്ടിയ ആദ്യത്തെ സൈറ്റിംഗ് ആണ് ഈ കാണുന്ന കാട്ടി അല്ലെങ്കിൽ കാട്ടുപോത്ത് എന്നൊക്കെ വിളിക്കുന്ന ആൾ. എന്തായാലും ആൾ മഴയൊന്നും കൂസാക്കാതെ നല്ല രീതിയിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കിട്ടിയ കാഴ്ചയാണ്. എന്തായാലും ഈ ആനിമൽസ് മഴയത്ത് നിൽക്കുന്ന കാഴ്ച അതൊരു പ്രത്യേക ഭംഗിയാണല്ലേ. എന്തായാലും ആൾക്ക് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
കാരണം ഇഷ്ടം പോലെ വണ്ടി ഇപ്പോൾ ഈ സമയത്ത് ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ആളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ആള് പുല്ല് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ആശാന് ഗുഡ് ബൈ പറഞ്ഞ് നമ്മളത് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കാട്ടിയുടെ വിഷൽ, കുറച്ച് ലോങ്ങിൽ നിന്ന് ഒരു കാട്ടിയുടെ വിഷൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മുടെ യാത്ര മുന്നോട്ട് പോവാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ സന്ധ്യ ആവാൻ പോവാണ്. അതുപോലെ തന്നെ മഴ നല്ല രീതിയിൽ ശക്തമാവുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ശാന്തമാവും, പിന്നെ നല്ല രീതിയിൽ ഹെവി മഴയായിരിക്കും. ഇപ്പോൾ നല്ല ഹെവി മഴയാണ് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങാൻ നേരം ആയപ്പോഴത്തേനും നല്ല കോട ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ റോഡ് പോലും കാണാൻ പറ്റില്ലാത്ത മഴയെന്ന് പറയത്തില്ലേ, ആ ഒരു ആംബിയൻസ് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. മാത്രമല്ല നല്ല രീതിയിൽ ഇരുട്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ ഡ്രൈവ് ചെയ്യുക. കാരണം ഏത് വളവിലാണ് എന്ത് ആനിമൽസാണ് നിൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ പോവുക. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വളവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയൊരു കാഴ്ചയാണ് കേട്ടോ. ഒരു മ്ലാവ് പെട്ടെന്ന് നാശം ഓടിപ്പോവുകയും ചെയ്തു. എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ റൂട്ട് കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ അങ്ങനെ മഴയോ കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് പെയ്തിട്ടേ ഇല്ല. നല്ല ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. എന്തായാലും നേരം നല്ല രീതിയിൽ ഇരട്ടായിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് കിട്ടിയൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കാട്ടുപോത്തുകളല്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളർത്തുന്ന പോത്തുകളാണ് കേട്ടോ. അവരും ഇത് ഇങ്ങനെ ഈ റൂട്ടിൽ കൂടെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മൾ പേടിക്കരുത്. പെട്ടെന്ന് ഇതിനെയൊക്കെ കാണുമ്പോഴേ, ഒരു വളവിലൊക്കെയാണ് വെച്ച് കാണുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് പേടിക്കൂലേ. അങ്ങനെ കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും നമുക്കിത് നൈറ്റിലുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ആനകളാണ്. അതിൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരാനയുടെ തുമ്പിക്കൈക്ക് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ആനകൾ വലിയ പ്രശ്നമില്ലാന്ന് തോന്നിയത് കൊണ്ട് നമ്മളിതാ വീണ്ടും നമ്മുടെ വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത കുറച്ച് മ്ലാവിൻ്റെ കാഴ്ചകളാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ തീരാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കരുത് കേട്ടോ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും വിമർശനങ്ങളായിക്കോട്ടെ എന്തു തന്നെയായാലും നിങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.